28 ഡിഗ്രിയാണ് ഈ ടൈലിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് നമുക്ക് ആ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ വരുന്നത്. നമ്മൾ സാധാരണ ചേമ്പലിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണിത്. അടിപൊളി കേട്ടോ. അതേ വെള്ളത്തുള്ളി അതിൽ പിടിക്കില്ല, വെള്ളം പിടിക്കില്ല. കൈ പിടിക്കാട്ടോ, താഴെ കൈ പിടിച്ചോ, ചൂട് കടത്തി വിടില്ല. എൻ്റെ പൊന്നെ, എന്തോ വെയിൽ, ചൂട് ഒരു രക്ഷയില്ല. 11 കാലേ ആയിട്ടുള്ളൂ. നമ്മളെ ഒരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയാണ് ആ ബിൽഡിങ്ങിൽ എങ്ങനെ ചൂട് കുറയ്ക്കും എന്നുള്ളത്. ഒരുപാട് ക്ലയൻറ്റ് അഡ്വൈസ് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജനുവരി, ഇനി ഫെബ്രുവരി, മാർച്ചിലൊക്കെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഒരു ബിൽഡിങ്ങിനെ എങ്ങനെ ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തടിക്കാം, ചുമരിൽ എന്ത് ഫിക്സ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമര് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ വോൾ ബെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലേക്ക് റൂഫിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ചൂട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ ജിപ്സം സീലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല കോസ്റ്റ് ആവുന്നതാണ്. 10 രൂപ മുതൽ ചൂട് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ എറണാകുളത്തുള്ള സുപ്രീമിൻ്റെ വെയർഹൗസിലാണ്. ഇവിടെ ധാരാളം തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, ഇത് എങ്ങനെ ഫിക്സ് ചെയ്യും, ഇത് എങ്ങനെ നമുക്ക് ചൂട് കുറയ്ക്കാമെന്നൊക്കെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഹലോ, നമസ്കാരം. നമസ്കാരം. വേറെ ആരുമല്ല, ടീം JSStarൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അല്ലേ, നമ്മുടെ സുപ്രീമിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. അതെ, ഞാൻ പറയുമായിരുന്നു, ഇനിയിപ്പോൾ ജനുവരിയിലാണല്ലോ നമ്മളുള്ളത്. ഇനി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ് എങ്ങനെ ബിൽഡിങ്ങിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം. കുറേ സാധനങ്ങൾ വരും നമ്മുടെ റൂഫിൻ്റെ മുകളിൽ. പിന്നെ വൈറ്റ്, പിന്നെ സിമെൻറ്റിൻ്റെ മുകളിലേക്ക് വൈറ്റ് പ്രൈമർ അടിക്കാം. ഇനി എന്താണ് നമ്മുടെ ഈ ചകിരിച്ചോറില്ലേ, കൊക്കോപ്പിറ്റ്, അതിട്ടിട്ട് വെള്ളം നിറച്ചിടാം. അങ്ങനെ ഒരുപാട് ഐഡിയാസാണ്. പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. കാര്യം അസഹനീയമായ ചൂടാണ് അല്ലേ. നമുക്കിപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം AC വെച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ശ്രദ്ധിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂടെ അത് പങ്കുവയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം 10 രൂപ മുതൽ ചൂട് കുറയ്ക്കാമെന്നാണ് നമ്മുടെ ക്യാപ്ഷൻ. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉടായിപ്പല്ലേ, ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ലേ എന്നൊരു ചിന്ത വരും. അപ്പം നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്, എത്ര രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്താൽ എത്ര വർഷം ഇത് ഈട് നിൽക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ ഓക്കെ, നേരത്തെ എന്നോട് ചോദിച്ചു 10 രൂപയുടെ പ്രൊഡക്റ്റ് ചോദിച്ചു. നമുക്ക് പലതരം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ 10 രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എയർ ബബിൾ വിത്ത് അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഇത് റോളായിട്ടാണ് വരുന്നത്. നമുക്ക് മുറിച്ചൊരു സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എയർ ബബിൾ ആണ്, 2 സൈഡിലും അലുമിനിയം ഫോയിലാണ് വരുന്നത്. ഈ എയർ ബബിൾ എന്ന് പറയുമ്പോഴേ നമുക്ക് കാണുന്ന ഒരാൾക്ക്, നമ്മൾ സാധാരണ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെസ് റിലീഫ് എന്ന് പറയാം അല്ലേ, പൊട്ടിച്ച് കളിക്കാവുന്ന ഒരു ഐറ്റം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ ഡെൻസിറ്റി കുറഞ്ഞൊരു ഐറ്റം ആണ്. ഇത് അല്പം ഡെൻസിറ്റി കൂടുതലുള്ളതാണ്. കാരണം നമുക്ക് ഇതിന്റെ മുകളിൽ വലിച്ചു പിടിച്ച് വിരിക്കേണ്ട ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് അല്പം കൂടി ഡെൻസിറ്റി ഉണ്ടാവും. പ്ലസ് അതിന്റെ സൈഡിൽ 2 സൈഡിലും ഫോയിൽ ഉണ്ടാവും. ഫോയിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ് നമുക്ക് ഹീറ്റ് വരുന്നത്, റേഡിയേഷൻ വഴിയും കണ്ടക്ഷൻ വഴിയും. ഇൻഡക്ഷൻ കുക്കറിൽ വരുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റാണ്. നമുക്ക് തൊട്ടാൽ മാത്രമാണ് ഹീറ്റ് അനുഭവിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഒരു അടുപ്പിന്റെ മുകളിൽ നമുക്ക് വരുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വഴിയുള്ള ഹീറ്റാണ് വരുന്നത്. നമുക്ക് റൂഫിംഗ് ഷീറ്റിന് താഴെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വഴിയുള്ള ഹീറ്റാണ് വരുന്നത്. ആ ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 10 years ലൈഫ് ഉള്ളൂ. നമുക്കൊരു ടെമ്പററി പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോൾട്രി ഫാം ആണ്. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്കൊരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് പോകണം, ഒരു 30 വർഷം ലൈഫ് വേണം, അല്ലെങ്കിൽ ഒരു നമ്മുടെ പെർമനന്റ് സെറ്റപ്പ് ആണെങ്കിൽ വീടുകളിലേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 രൂപ വരെ വരുന്നുള്ളൂ, ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഒരു 100 മുതൽ 130 രൂപ വരെ മുടക്കിയിട്ടാണ് നമ്മൾ റൂഫിംഗ് ഷീറ്റിന്റെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ കൂടെ ഒരു 10-12 രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ഫോർ അസ്. സോ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. മഴയുടെ ശബ്ദം അല്പം കുറയും, നേരെ മറിച്ച് ചൂട് ഒട്ടും താഴത്തേക്ക് വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എൻ്റെ വീട് ഷീറ്റല്ലല്ലോ, ഞാൻ എന്തിനാ ഈ വീഡിയോ കാണണമെന്ന്. നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺക്രീറ്റിൻ്റെ താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു 20 രൂപ റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇത് എത്ര വർഷമാണ് നമ്മുടെ വാറണ്ടി? ഇത് നമുക്ക് 30 വർഷം വരെ സെൽഫ് ലൈഫ് ഉണ്ട്. ഇതൊരിക്കലും UV സ്റ്റെബിലൈസർ അല്ല, ഡയറക്റ്റ് വെയിലത്തിടാനുള്ള മെറ്റീരിയൽ അല്ല. റൂഫിംഗ് ഷീറ്റിന്റെ താഴെ പർലിങ്ങിന്റെ മുകളിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സൈഡിൽ ഫോയിൽ ഉണ്ട്, നമുക്ക് 2 സൈഡിലും ഫോയിലുള്ള മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
റൂഫിംഗ് ഷീറ്റിലേക്ക് ഈ ഫോയിലുള്ള ഭാഗമാണ് പോകേണ്ടത്. എന്നാലാണ് ഇത് രണ്ട് തരത്തിലാണ് ഹീറ്റ് വരുന്നത്. ഒന്ന് റേഡിയേഷൻ വഴിയും, രണ്ട് കണ്ടക്ഷൻ വഴിയും. അപ്പോൾ റേഡിയേഷൻ വഴിയുള്ള ഹീറ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ ഫോയിൽ യൂസ് ചെയ്യുക. കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റിനെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ മെറ്റീരിയൽ XLP എന്നുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഈ മെറ്റീരിയൽ വരുന്നത് കെമിക്കലി ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 115 ഡിഗ്രി മുതൽ -27 ഡിഗ്രി വരെയാണ് ഇതിന്റെ ടെമ്പറേച്ചറിന്റെ റേഞ്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കവറായി, എല്ലാം കവറായി. കാരണം 100 ഡിഗ്രിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കും. നമുക്ക് ഏകദേശം ഒരു 10 ഡിഗ്രിയുടെ താഴോട്ട് വരാനും പറ്റില്ല. യെസ്. അപ്പോൾ -27 ഡിഗ്രി വരെയാണ്. ഇത് പല അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പൈസസ് കീപ്പ് ചെയ്യുന്ന ഗോഡൗണ്, അതുപോലെ തന്നെ തുണി വെക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡാമേജ് വരാതിരിക്കാനാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളും ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലെ മെറ്റീരിയൽ മാത്രമേ സൂക്ഷിക്കാറുള്ളൂ, നമ്മളെ ആരും സൂക്ഷിക്കാറില്ല. അപ്പോൾ നമുക്കും ഈ പ്രശ്നങ്ങളൊക്കെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴൊക്കെ വരും. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്തിൻ്റെ പാർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഷീറ്റ് വരുന്ന സമയത്തെ നോർമലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു 3 ഇഷ്യൂസാണ്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ പിന്നെ പ്രേക്ഷകർക്ക് അത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വേനൽക്കാലത്തെ ചൂടാണ്, 2 മഴക്കാലത്തെ ശബ്ദമാണ്. ഇനി ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് മഞ്ഞ് കാലത്ത് ആ ഒരു വെള്ളം ഡ്രോപ്പായിട്ട് ഇതിന്റെ താഴെ ഇറ്റിറ്റ് വീഴുക അല്ലേ? അപ്പം ഇതിനൊക്കെ ഇത് സൊല്യൂഷൻ ആണോ? അതെ, ഇത് 3 കാര്യത്തിന് ഇത് സൊല്യൂഷനാണ്. കാരണം വേനൽക്കാലത്തുള്ള ചൂട് ശരിക്കും പറഞ്ഞാൽ ഒരു ആംബിയന്റ് ടെമ്പറേച്ചർ നമുക്ക് തരും. തണലുള്ള മരത്തിന്റെ താഴെ എന്താണോ ചൂട്, ആ ചൂടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാൻഡ്വിച്ച് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ പർലിങ്ങിന്റെ മുകളിൽ ഷീറ്റിന്റെ താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴയുടെ ട്രംബ്ലിംഗ് നോയ്സ് നമുക്ക് താഴത്തേക്ക് വരില്ല. ശരിക്കും പറഞ്ഞാൽ മുകളിൽ വെള്ളം വീഴുന്ന സൗണ്ട് അല്ല, വെള്ളം വീഴുമ്പോൾ ഷീറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് വലിയൊരു സൗണ്ടായിട്ട് കേൾക്കുന്നത്. ആ വൈബ്രേഷൻ നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ഏതൊക്കെ തിക്നെസ്സിൽ അവൈലബിൾ ആണ്? ഇത് നമുക്ക് 9 mm ഉണ്ട്, 13 mm ഉണ്ട്. ഇതാണ് റെഗുലർ ആയിട്ട് പോകുന്നത്. പിന്നെ വലിയ വലിയ ഫാക്ടറികളിലേക്ക്, അതുപോലെ തന്നെ ഐസ് ഫാക്ടറിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും കൂടി കുറച്ചും കൂടി ടെമ്പറേച്ചർ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 19 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, പല തിക്നെസ് അവൈലബിൾ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 9 അല്ലെങ്കിൽ മാക്സിമം 13 അതിലേക്ക് പോയാൽ മതിയാവും. ശരിക്കും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ രണ്ടാൾ നിന്നിട്ട് തള്ളുവാണെന്ന് കേട്ടോ. 10 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ചൂട് കുറയ്ക്കാം, അതും റൂഫിംഗ് ഷീറ്റിൻ്റെ താഴെ ചൂട് കുറയ്ക്കാമെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. ഇത് ശരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇത് എവിടെയൊക്കെ ഒരു നമ്മുടെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വന്നൊന്ന് അറിയണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് എവിടെ വന്നാലും ഇത് അറിയാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സപ്ലൈ ചെയ്ത പ്രൊജക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത്, നമ്മുടെ വീടുകളെല്ലാം മിക്കവാറും കോൺക്രീറ്റ് ആണ്. ഈ കോൺക്രീറ്റിൽ നിന്ന് ഈ കോൺക്രീറ്റിൽ വരുന്ന ചൂടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു മൈന്യൂറായിട്ടുള്ള ഒരു ഹീറ്റ് കുറയാറുമുണ്ട്. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ജിപ്സം ബോർഡ് ഇടാണ്, ഫോൾ സീലിംഗ്, ഭംഗിയും അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് സ്ക്വയർ ഫീറ്റ് ഇപ്പം നിലവിൽ ഒരു 70 രൂപ മുതൽ 90 രൂപ വരെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ട്, പല ആളുകളും ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ജിപ്സത്തിന് പകരക്കാരനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലേ? അതായത് ജിപ്സത്തിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ലൈഫ് ടൈം അല്ലേ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ജിപ്സത്തിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ലീക്ക് വന്നു, ലേശം വെള്ളം വന്നു. വെള്ളം വന്നാൽ ജിപ്സം ബോർഡിന് അത് ബുദ്ധിമുട്ടാണ്, അതൊരു മണ്ണായി മാറും. നേരെ മറിച്ച് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. XPS എന്ന മെറ്റീരിയലാണ്, എക്സ്ട്രൂഡഡ് പോളിസ്റ്ററൈൻ എന്നുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 84 ഡിഗ്രി മുതൽ -27 ഡിഗ്രി വരെ ഇത് ചൂടിനെ തണുപ്പിനെ കടത്തിവിടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഇപ്പൊ ഐസ്ക്രീം ആയിട്ടും അതുപോലെ തന്നെ മീൻ, ഫിഷ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് കണ്ടെയ്നേഴ്സ്, AC വെച്ച റെഫ്രിജറേഷൻ കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വോൾ ഇൻസുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ 25 mm മുതൽ നമുക്ക് 100 mm വരെയുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. 10 സെന്റിമീറ്റർ വരെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. അത് ടെമ്പറേച്ചറിനെ ബ്ലോക്ക് ചെയ്യും. അവർക്ക് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ പോലും അവർക്ക് വലിയ എനർജി ലോസ് ഉണ്ടാക്കും. അല്ല, ഇതേ ശരിക്കും കയ്യിലെടുത്തിട്ട് ഒരു തെർമോക്കോൾ ഒരു സെറ്റപ്പാണ് ഈ സാധനം. തെർമോക്കോൾ എന്ന് പറയുന്നത് എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ ആണ് തെർമോക്കോൾ. ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡഡ് പോളിസ്റ്ററൈൻ ആണ്. തെർമോക്കോളിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 5 മുതൽ ഒരു 10 വർഷം വരെ തെർമോക്കോളിന് ലൈഫ് ഉള്ളൂ. അതിനുള്ളിൽ ആ ബീഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ആയി പോകും, ആ ബോൾസ് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് പോകും. നേരെ മറിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ്. ഇതിന്റെ സെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 60 വർഷമാണ്. ഇത് ഭയങ്കര വെയിറ്റ്ലെസ് ആണ് ഈ സാധനം. ലേബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, കാരണം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ജിപ്സം, നമ്മുടെ ജിപ്സം ബോർഡ് ഇങ്ങനെ എടുത്തിട്ട് അല്ലേ? ജിപ്സം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പർ കോട്ടിങ്ങിന്റെ സെന്ററിൽ വരുന്ന ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ സാധാരണ ചേമ്പലിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണിത്.
ചേട്ടാ അടിപൊളി ചേട്ടാ. അതേ വെള്ളത്തുള്ളി ഇതേ അതിൽ പിടിക്കില്ല, വെള്ളം പിടിക്കില്ല. നമ്മുടെ മറ്റേ ടെർമിനേറ്റർ സിനിമയിൽ മറ്റേ ആ മെർക്കുറി പോകുന്നതായിരിക്കുന്നത്. കുറച്ചുകൂടെ ഇത് വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. ഇത് ജിപ്സത്തിന് പകരമുള്ള സാധനം കേട്ടോ, അതാണ് രസം എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ഇത് വാട്ടർ റിപ്പല്ലർ ആണെന്ന് പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇതിനകത്ത് തീ പിടിക്കും? ഇതിൽ തീ പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വയമായിട്ട് കത്തില്ല. ഇത് FRB2 ആണ്. ഓക്കെ, ഇത് സ്വയമായിട്ട് കത്തില്ല. വേറൊരു മെറ്റീരിയൽ കത്തി കഴിഞ്ഞാൽ ഇത് ഉരുകി കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് കത്തിച്ചാലോ? നമുക്ക് കത്തിക്കാം, നോ ഇഷ്യൂ. എൻ്റെ പൊന്നെ കർപ്പൂരമാണ്. നമുക്ക് താഴെ കൈ പിടിക്കാം കേട്ടോ. താഴെ കൈ പിടിച്ചോ, ചൂട് കടത്തി വിടില്ല. ചൂടില്ല അല്ലേ? ചൂട് വരില്ല. നേരെ മറിച്ച് അത് ഉരുക്കി താഴെ വരുമ്പോൾ നോക്കണം. അല്ല ഇത്ര ഈ ടൈമിൽ ഇത്ര ഇതായിട്ടും ചൂടില്ല. ഇല്ല, ഇത് താഴെ ഉരുക്കി വന്നോടേ കൈ വെക്കരുത്. കൈ അതെ, അതപ്പോൾ ഹോളായി, ഇത് താഴേക്ക് പോയി അല്ലേ? ശരിക്കും ഇനി ഈ പോർഷൻ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. യെസ്, ഇതിപ്പോൾ കാണാം നമ്മൾ കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് വെയിറ്റ്ലെസ് ആണ്. ഇത് നമ്മൾ ജിപ്സം ചെയ്യുന്ന കണക്ക് നമ്മളെ ചാനൽ ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇതിന്റെ ജോയിന്റിൽ ക്രാക്കുകൾ വരാൻ സാധ്യത? ജോയിന്റിൽ ക്രാക്ക് എല്ലാ മെറ്റീരിയലും വരാം. ഓക്കെ, അത് എങ്ങനെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ജോയിന്റിൽ നമ്മൾ ഫെവിക്കോളിന്റെ SH തേച്ചിട്ടാണ് ഈ മെറ്റീരിയൽ ചേർത്ത് വെക്കുക സ്ക്രൂ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇതിന് ബോട്ട് ബോർഡ് സ്ക്രൂ ചെയ്യാൻ പറ്റും, കാരണം ഇതിന് 25 mm തിക്നെസ് ഉണ്ട്. ബോട്ട് ബോർഡ് സ്ക്രൂ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ജോയിന്റ് ടേപ്പ് ഒട്ടിച്ച് ജോയിന്റ് പൊട്ടിയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഡയറക്റ്റ് വെള്ളം വലിക്കാത്തതുകൊണ്ട് പ്രൈമർ അടിച്ചിട്ട് വേണം ഇതിൽ പൊട്ടിയിടാനായിട്ട്. അതായത് ജിപ്സത്തിൽ നമ്മൾ ഡയറക്റ്റ് പൊട്ടിയിടുന്നു, ഇതിൽ പ്രൈമർ അടിച്ചിട്ട് വേണം നമുക്ക് പൊട്ടിയിടാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മൾ ഒരു പെയിന്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ പ്രൊസീജിയർ പറയും. 2 കോട്ട് പ്രൈമർ, 2 കോട്ട് പുട്ടി, 2 കോട്ട് എമൽഷൻ. ഓക്കെ, അപ്പൊ ശരിക്കും അതാണ് പ്രൊസീജിയർ. നമുക്കിപ്പോൾ ഒരു പെയിന്റ് ഡാമേജ് ഉണ്ടെങ്കിൽ കമ്പനിക്കാർ വന്ന് നോക്കുമ്പോഴും പ്രൈമർ അടിക്കാതെയാണ് ചെയ്തെങ്കിൽ അവർ വാറണ്ടി തരില്ല. അതുപോലെ തന്നെയാണ് ഈ മെറ്റീരിയലിനും. ഈ മെറ്റീരിയലിന് ആദ്യം പ്രൈമർ അടിക്കണം. പ്രൈമർ എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഏജന്റ് ആണ്. ശരിക്കുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫേസിൽ ആദ്യം പ്രൈമർ അടിക്കുന്നു. പ്രൈമർ അടിച്ചതിന്റെ മുകളിൽ 2 കോട്ട് പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ മുകളിൽ വീണ്ടും 1 കോട്ട് പ്രൈമർ അടിക്കുന്നു. എന്നിട്ട് വേണം പെയിന്റ് അടിക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ഇനി ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രൊഫൈൽ ലൈറ്റ്, അതുപോലെ സർഫസ് LED. ഇതിലെല്ലാത്തിലും നമുക്ക് കട്ട് ചെയ്ത് അതേ സെയിം സാധനം ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് അതേ സാധനം ഇതിൽ ചെയ്യാൻ പറ്റും. കാരണം തെർമോക്കോൾ കട്ട് ചെയ്യുന്ന പോലെ തെർമോക്കോളിന്റെ ബ്ലേഡ് വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു കാര്യം ചോദിച്ചു, ക്രാക്കിനെ കുറിച്ച് ചോദിച്ചു. ക്രാക്ക് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന് എപ്പോഴും എല്ലാ കാലത്തും എക്സ്പാൻഷൻ കൺട്രാക്ഷൻ ഉണ്ടാവും. നമ്മുടെ വിൻഡോന്റെ കോർണറിലും ഡോറിന്റെ കോർണറിലും ഒക്കെ എപ്പോഴും ഒരു ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് കോൺക്രീറ്റിന്റെ താഴെ, നമുക്ക് ബീമിന്റെ താഴെയൊക്കെ ക്രാക്സ് ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ചൂട് കാലത്ത് നമ്മുടെ ബിൽഡിംഗ് എക്സ്പാൻഡ് ചെയ്യും, തണുപ്പ് കാലത്ത് കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും, കാലാകാലങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ മെറ്റീരിയൽ തെർമൽ ഇൻസുലേഷൻ ആയതുകൊണ്ട് 185 ഡിഗ്രിക്ക് മുകളിൽ പോകാത്തതുകൊണ്ട് ഇതിന് എക്സ്പാൻഷൻ ഉണ്ടാവില്ല, 127 ഡിഗ്രി താഴെ പോകാത്തതുകൊണ്ട് ഇതിന് കൺട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് അവിടെ തന്നെ നിൽക്കും. ബിൽഡിംഗ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ജോയിന്റിൽ ഒരു ക്രാക്ക് കണ്ടേക്കാം. നേരെ മറിച്ച് അത് ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിന്റെ മുകളിൽ സീലിംഗ് ചെയ്യാനായിട്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ്. ടോയ്ലറ്റിന്റെ മുകളിൽ മാത്രമല്ല, അപ്പം നമ്മൾ നേരത്തെ കണ്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, XLP എന്നുള്ള പ്രൊഡക്റ്റ്. ഇപ്പോൾ പുതിയ വീടുകളെല്ലാം ഒരു ഫ്ലോർ പണിതു. ഫ്യൂച്ചറിലേക്ക് മക്കളായി അവരുടെ കുടുംബം വന്നു തുടങ്ങി. അപ്പോൾ മുകളിലേക്ക് 2 റൂം എടുക്കണം. അപ്പോൾ സ്ട്രെങ്ത് ഉണ്ടാവോ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ? അതൊക്കെ ഒരു ചിന്തയാണ്. അപ്പോൾ മുകളിൽ റൂഫിംഗ് ഷീറ്റ് ഇടർ ചെയ്യുക, ചൂട് കാരണം കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ XLP പോലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് റൂഫിംഗ് ഷീറ്റ് മേഞ്ഞ് അതിന്റെ താഴെ ഇൻസു ബോർഡ് വെച്ചിട്ട് ചെയ്താൽ നാളെ ഒരു ലേശം ലീക്ക് വന്നാലും ഇതിന്റെ മുകളിൽ വെള്ളം വീണാലും ഒന്നും സംഭവിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാം സ്വസ്ഥതയോട് കൂടിയിട്ട്. നമുക്കിത് എത്ര സ്ക്വയർ ഫീറ്റ് വരാം? ഇത് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ 80 രൂപ 90 രൂപ റേഞ്ചിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ജിപ്സം ചെയ്യുവാണെങ്കിൽ എബോ 100 റേറ്റ് വരുന്ന ടൈമിലാണ് നമുക്ക് ഈ സാധനം ചെയ്യാനായിട്ട് പറ്റുക അല്ലേ? നമ്മൾ വില കൂടിയ ടൈലുകൾ നമ്മുടെ വീട്ടിൽ വിരിക്കും അല്ലേ? എന്നിട്ട് പിന്നീട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ജോലിക്കാരും ഇത് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് പിന്നീട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരും. ഇതിങ്ങനെ ഉരഞ്ഞിട്ട് ഓരോന്ന്. ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്മുടെ മറ്റേ ബ്ലാക്ക് ടാർപോളിംഗ് ഷീറ്റുകൾ ഇതിനകത്തേക്ക് ഇടും. അതും പക്ഷേ ഒരു ഫലവത്തായ മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ഞാൻ ചെറിയ നെയിൽ ഹോൾ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു വർഷം മുന്നേ ഞാൻ കോട്ടയത്ത് ഒരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ഒരു പ്രോഡക്റ്റ് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ കണ്ടു. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്.
അന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോജക്റ്റിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അടുത്ത പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോകാം, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ടൈൽ ഇടുന്ന സമയത്ത് അത് ക്ലിയർ ആയതിനു ശേഷം അതിന്റെ മുകളിലേക്ക് ഇത് വിരിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടേപ്പ് ഒട്ടിച്ചാൽ മതി, അത് കാലാകാലം നിൽക്കും ശരിക്കും അല്ലേ, എത്ര വേണമെങ്കിൽ. യെസ്, ഇതാണ് അതിന്റെ നമ്മുടെ ഒരു പഞ്ചറിങ് നേച്ചർ. ഒരു സാധനം താഴെ വീഴുകയോ അതല്ല എങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ വലിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഡാമേജ് ഉണ്ടാവില്ല, സ്ക്രാച്ച് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ട് ഹൗസ് വാമിന്റെ സമയത്ത് നിറച്ച് സ്ക്രാച്ച് ആയിരിക്കും, അത് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തൊരു സംഗതി കൂടെ പറഞ്ഞുതരാം. ഇത് ശരിക്കും രസകരമായിട്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ കബോർഡ്സ്, മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുന്ന സമയത്ത് വാർഡ്രോബ്സ്, അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ WPC ലൂവേഴ്സ്. ഇതിന്റെ പുറകിലായിട്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു വാളിനെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ലെവൽ ആയിരിക്കില്ല. അപ്പോൾ അതിന് ബെൻഡ് കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ചുമലിന് ഈർപ്പം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കബോർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈർപ്പം കയറും, ആ ഈർപ്പം കയറുന്നത് തടയും. ഓക്കെ, ഇതിന് നമുക്ക് ഒരു 420 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റോളിന് നമുക്ക് ഏരിയ വരുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 4 റോളോ 5 റോളോ എടുത്താൽ മതിയാവും. ആ റോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീടല്ല 4 5 വീട് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്കിത് ഡിസ്പോസ് ചെയ്താൽ മതി. അടിപൊളി. എന്തായാലും പ്രോഡക്റ്റിന്റെ പേര് എന്താണ്? ഡ്യൂറോ പ്രൊട്ടക്ടർ അല്ലേ? ഡ്യൂറോ പ്രൊട്ടക്ടർ. ഇതെല്ലാം സുപ്രീമിന്റെ മെറ്റീരിയൽ ആണ്. സുപ്രീമിന് നിങ്ങൾക്ക് അറിയാം, പൈപ്പ്, ഫിറ്റിംഗ്സ്, ചെയർ, സിൽപോളിൻ ടാർപ്പായ. ഇത് ടാർപ്പായ, സിൽപോളിന്റെ ടാർപ്പായാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുന്നത് സുപ്രീം തന്നെയാണ്. സുപ്രീം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഏഷ്യയിലെ നമ്പർ 1 കമ്പനിയാണ് പ്ലാസ്റ്റിക്കിന്റെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ. അവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രൊഡക്റ്റാണ്. വാങ്ങാനാണെങ്കിലും അന്വേഷിക്കാനാണെങ്കിലും ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും ജിവിൻ റോഡ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്താവശ്യത്തിന് നിങ്ങൾക്ക് വിളിക്കാം. കേരളത്തിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലേ? അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നിയറസ്റ്റ് ലൊക്കേഷൻ കൊടുക്കാനായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാൽ അതുവരേക്കും ബൈ ബൈ.